ഒരാൺകുഞ്ഞ് ജനിക്കണമെന്ന് ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടാൽ അവർക്ക് വളരെയധികം ഉപകാരപ്പെടുമെന്നാണ് മനസ്സിലാകുന്നത്. എൻ്റെ വൈഫ് പ്രസവിച്ചു, 90 കഴിഞ്ഞിട്ടില്ല, 90 ആകുന്നേയുള്ളൂ. അൽഹംദുലില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല ആരോഗ്യമുള്ള ഒരാൺകുഞ്ഞിനെ നൽകി അനുഗ്രഹിച്ചു. അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി സുമ്മ അൽഹംദുലില്ലാഹ്. പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസത്തിലാണ് ജനിച്ചത്. അതുകൊണ്ട് തന്നെ റബീഅ എന്ന പേരാണ് ഞാൻ ഇട്ടത്. റബീഅ എന്നുള്ളത് അസ്മാഉൽ ബദറിലെ പേരാണ്. സയ്യിദ് മുഹമ്മദ് റബീഅ അൽ ബുഖാരി എന്നാണ് മുഴുവൻ പേര്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കളെയൊക്കെ സ്വാലിഹീങ്ങളായ മക്കളായി സ്വീകരിക്കുമാറാകട്ടെ. ആ രൂപത്തിൽ നമ്മുടെ മക്കളെ വളർത്തി നമുക്ക് ഉപകരിക്കുന്ന കൺകുളിർമയാകുന്ന മക്കളാക്കി അള്ളാഹു നമ്മുടെ മക്കളെ വളർത്തി തരാനുള്ള സാഹചര്യങ്ങൾ അള്ളാഹു ഒരുക്കി തരട്ടെ. എൻ്റെ ആ ഒരു 90 കഴിയാത്ത ആ ചെറിയ ആ മോന് റബീ മോനൊക്കെ ജനിക്കാൻ വേണ്ടി, ഒരാൺകുഞ്ഞായി ജനിക്കാൻ വേണ്ടി ഞാൻ ചെയ്ത ഒരു അമല് കൂടെയാണ് ഈ വീഡിയോയിൽ പറയുന്നത്. എനിക്ക് എൻ്റെ ജീവിതത്തിൽ നിന്ന് എനിക്ക് ബോധ്യപ്പെട്ട ഒരു വിഷയമാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഞാൻ ഇത് മനസ്സിലാക്കിയ അന്ന് ഞാനത് ചെയ്യേണ്ട രൂപത്തിൽ ചെയ്തപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്കൊരു ആൺകുഞ്ഞിനെ നൽകി. ഇതുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കാനുണ്ട്. അതൊക്കെ പൂർണ്ണമായി മനസ്സിലാക്കിയാലാണ് തെറ്റിദ്ധാരണകളൊക്കെ നീങ്ങുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ കാണണം. അല്ലെങ്കിൽ ഇത് ചില തെറ്റിദ്ധാരണകളൊക്കെ നിങ്ങൾക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് മുഴുവനായിട്ട് കണ്ട് അതിൻ്റെ അവസാന ഭാഗത്താണ് ഞാൻ ഒരാൺകുഞ്ഞ് ജനിക്കാൻ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഇതിൻ്റെ ഇടയ്ക്ക് വെച്ചോ അവസാനം വെച്ചിട്ടൊക്കെയാണ് പറയുക. അപ്പോൾ അതിൻ്റെ മുമ്പ് ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതെല്ലാവരും കൃത്യമായി മനസ്സിലാക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ആൺകുഞ്ഞാവട്ടെ പെൺകുഞ്ഞാവട്ടെ, ഒരു കുഞ്ഞിക്കാല് കാണാൻ വേണ്ടി ആഗ്രഹിച്ചു നിൽക്കുന്ന എത്രയോ ദമ്പതികളുണ്ട്. ആദ്യം ഇത് പറഞ്ഞില്ലെങ്കിൽ ഈ വിഷയത്തിനോട് കൂറു പുലർത്തിയവരാവൂല നമ്മൾ. അതുകൊണ്ടാണ് ഞാൻ ആദ്യം ഈ വിഷയം പറയുന്നത്. വൈവാഹിക ജീവിതത്തിലേക്ക് പ്രവേശിച്ച് ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഒരുപാട് ഫോൺ കോളുകൾ വരുന്നുണ്ട് ഓരോ ദിവസവും. അതിലൊക്കെ പ്രധാനപ്പെട്ട വിഷയം, വിവാഹം കഴിഞ്ഞ് മക്കളില്ലാതെ പ്രയാസപ്പെടുന്നവര്, ലക്ഷക്കണക്കിന് ക്യാഷ് കൊടുത്ത് ട്രീറ്റ്മെന്റ് നടത്തിയിട്ട് ഇതുവരെ മക്കളില്ലാത്ത എത്രയോ ആളുകൾ. അങ്ങനെ പ്രയാസപ്പെടുന്നവരൊക്കെ ദുആ ചെയ്യാൻ വേണ്ടി പറയുമ്പോൾ അവരതിന് ലക്ഷങ്ങൾ ചെലവഴിച്ച് ട്രീറ്റ്മെന്റ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ മക്കളെ കിട്ടിയിട്ട് ഇനി ആൺകുഞ്ഞാവാൻ വേണ്ടിയിട്ടല്ലേ ആഗ്രഹിക്കുന്നത്. അപ്പൊ അതിനൊരു മിതത്വമൊക്കെ വേണമെന്ന് ആദ്യമേ ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്നങ്ങനെ ഒരാൺകുഞ്ഞ് വേണമെന്നൊന്നും ആഗ്രഹിച്ച് വാശി പിടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇന്ന് കാലം മാറി. പണ്ട് ഡാർക്ക് ഏജ് എന്ന് പറയുന്ന ഇരുണ്ട യുഗത്തിലെ ജാഹിലിയ കാലഘട്ടത്തില് ജനിക്കുന്നത് പെൺകുഞ്ഞാണെന്നറിഞ്ഞാൽ കുഴിച്ചു മൂടുന്ന ആ അന്ധകാര നിബിഡമായ കാലഘട്ടത്തിലെ പോലെയല്ല. ഹബീബായ തങ്ങൾ അവിടെ നിന്ന് ഈ സ്ത്രീ സമൂഹത്തെ, സ്ത്രൈണത്തെ അവരെ ഉയർത്തി സമൂഹത്തിന്റെ ഉന്നതിയിലെത്തിച്ചു കൊണ്ടുവന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നല്ല വിശ്വാസം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഇന്ന് അങ്ങനെ പേടിക്കേണ്ട ആവശ്യമില്ല. ഇന്ന് ആൺകുഞ്ഞായാലും പെൺകുഞ്ഞായാലും, ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലൊക്കെ ഈക്വൽ ഓപ്പർച്യൂണിറ്റി നൽകിക്കൊണ്ടാണ് അവരുടെ ലൈഫ് മുന്നോട്ട് പോകുന്നത്. ഒരാൺകുട്ടി എത്രത്തോളം സമ്പാദിച്ചു കൊണ്ടുതരുമോ അത്രത്തോളം ഇന്ന് അവരുടെ ജോബ് മേഖലയിലും എല്ലാ മേഖലകളിലും അവർക്ക് ഈക്വൽ ഓപ്പർച്യൂണിറ്റി കിട്ടുന്ന ഒരു അവസരമാണ്, സന്ദർഭമാണ്. അതുകൊണ്ട് തന്നെ അതിൽ വലിയ പ്രയാസങ്ങളൊന്നുമില്ല. അപ്പൊ നമുക്ക് നല്ല ആരോഗ്യമുള്ള കുഞ്ഞിനെ ഉണ്ടായിരിക്കുക, അതിനുവേണ്ടിയാണ് എപ്പോഴും ദുആ ചെയ്യേണ്ടത്. പിന്നെ പ്രധാനമായിട്ട് ആദ്യത്തേത് ഒരു പെൺകുട്ടിയായി, പിന്നെ രണ്ടാമത്തേതും പെൺകുട്ടിയായി. മനുഷ്യരല്ലേ, മനുഷ്യന്റെ ഹൃദയത്തിൽ ഒരാൺകുഞ്ഞ് ജനിക്കാനുള്ള ആഗ്രഹം ഉണ്ടായിരിക്കുക എന്ന് പറയുന്നത് അത് സ്വാഭാവികമാണ്. അതങ്ങനെ ഉണ്ടാവല് സ്വാഭാവികമാണ്. ആഗ്രഹിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. ആഗ്രഹിക്കുമ്പോൾ മിതത്വം വേണമെന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. എത്രയോ ആളുകൾക്ക് 25-30 വർഷമായി മക്കളില്ലാതെ ഒരു കുഞ്ഞിക്കാല് കാണാൻ വേണ്ടി കഷ്ടപ്പെട്ട് കഴിയുന്ന എത്രയോ ആളുകളുണ്ട്. ട്രീറ്റ്മെന്റ് എടുത്ത് അങ്ങേയറ്റത്തെ മെഡിസിൻസുകൾ കഴിച്ച് അവർ വിദേശ രാജ്യങ്ങളിലെ ഡോക്ടർ എടുക്കല് അവിടെയൊക്കെ പോയി ചികിത്സിച്ചിട്ട് മക്കളില്ലാത്തവരുണ്ട്. റബ്ബ് കനിയാതെ ഇതൊന്നും നടക്കൂലോ. അതുകൊണ്ട് തന്നെ ഒരു മിതത്തിലൊക്കെ ആഗ്രഹിച്ച് അങ്ങനെ ഒരു ആൺകുഞ്ഞ് ജനിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ചെയ്യാനുള്ള ഒരു അമലാണ് ഈ വീഡിയോയിൽ പറയുന്നത്. അതോടുകൂടെ തന്നെ ചില വിഷയങ്ങൾ നമ്മളിതിൽ മനസ്സിലാക്കേണ്ടത്, ഒരു കുഞ്ഞിന്റെ ലിംഗനിർണയത്തിൽ സ്ത്രീക്ക് ഒരു പങ്കുമില്ല എന്നുള്ളതാണ്.
അത് മെഡിക്കൽ സയൻസ് പറയുന്നതാണ്. ഒരു സ്ത്രീയുടെ ലിംഗനിർണയത്തിൽ, ഒരു കുഞ്ഞിന്റെ ലിംഗനിർണയത്തിൽ സ്ത്രീക്ക് പങ്കില്ല എന്നുള്ളതാണ്. അത് ശാസ്ത്രീയമാണ്, ശാസ്ത്രവശമാണ്. നമ്മൾ പലപ്പോഴും ഒരു കുട്ടിയെ ഒരാൾ പ്രസവിച്ചു, ഒരു സ്ത്രീ ഒരു പെൺകുട്ടിയെ പ്രസവിച്ചു, രണ്ടാമതും പെൺകുട്ടിയെ പ്രസവിച്ചു, മൂന്നാമതും പെൺകുട്ടിയായി, അല്ലെങ്കിൽ രണ്ടാമതും പെൺകുട്ടിയായി, ഇങ്ങനെയൊക്കെ ആയി കഴിഞ്ഞാൽ നമ്മൾ പൊതുവിൽ, നമ്മുടെ ഒരു സൊസൈറ്റി പൊതുവിൽ കണ്ടില്ലേ, ആ പെണ്ണ് മൂന്നും പെണ്ണിനെ പ്രസവിച്ചേ, പെൺകുട്ടിനെ പ്രസവിച്ചേ, അതിന് ആണുണ്ടാവൂല, ആൺകുട്ടികൾ അതിന് ഉണ്ടാവൂല, അവര് മുഴുവൻ അങ്ങനെ തന്നെ എന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്താറില്ലേ? ശരിക്കും അങ്ങനെ കുറ്റപ്പെടുത്താൻ, അങ്ങനെ പറയാനേ പറ്റൂല. എന്താ കാരണം എന്ന് വെച്ചാല്, ഈ കുഞ്ഞിന്റെ ലിംഗനിർണയത്തില് സ്ത്രീക്ക് ഒരു പങ്കുമില്ല. അത് ബയോളജി എങ്ങനെയാ പറയുന്നത്? ഇതിന്റെ ചില ശാസ്ത്രീയ ടേംസ് പറഞ്ഞാലേ, സയൻസിന്റെ ടേംസ് പറഞ്ഞാലേ അത് മുഴുവനായിട്ട് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഞാൻ ഇതിൽ എൻ്റെ ഓഡിയൻസ് കൂടുതലും സയൻസിന്റെ ടേം അറിയുന്നവരാണെന്ന് അറിയൂല, അതുകൊണ്ടാണ് അത്തരം വിഷയങ്ങൾ ഞാൻ ഉൾപ്പെടുത്താത്തത്. നമ്മൾ പൊതുവിൽ കുറ്റപ്പെടുത്തല് അത് സ്ത്രീകളെ കുറ്റപ്പെടുത്തുന്നത്. എന്നാൽ അതിന്റെ കുറ്റപ്പെടുത്തലിന് അർഹരായവർ യഥാർത്ഥത്തിൽ അത് സ്ത്രീകളല്ല, അത് പുരുഷന്മാരാണ്. അവരെയും ശരിക്കും കുറ്റപ്പെടുത്താൻ പറ്റൂല. എന്നാലും താത്വികമായിട്ട് ആ ഒരു വിഷയം കിടക്കുന്നത് ആരുടെ അടുക്കലാണ്? അത് പുരുഷന്റെ അടുക്കലാണ്. പക്ഷെ പലപ്പോഴും ഈ വിഷയത്തിൽ പഴി കേൾക്കുന്നത്, അവരെ ഒറ്റപ്പെടുത്തപ്പെടുത്തുന്നതൊക്കെ, ഓൾ അങ്ങനെ മൂന്നും പെണ്ണായിട്ടാണല്ലോ പ്രസവിച്ചത്, ഓൾക്ക് പെണ്ണേ ഉണ്ടാവുള്ളൂ എന്നൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്തുന്ന പൊതുവിൽ പെണ്ണിനെയാണ്. അങ്ങനെ ഒറ്റപ്പെടുത്താൻ ശരിക്കും അവരല്ല അതിനർഹതയുള്ളത്. പുരുഷനെ ശരിക്കും ഒറ്റപ്പെടുത്താൻ പറ്റില്ല. പക്ഷെ അതിന്റെ കണ്ടന്റുകളൊക്കെ കിടക്കുന്നത് പുരുഷന്റെ അടുക്കലാണ്. അതിന്റെ ഒരു സയൻസ് ടേം പറയുകയാണെങ്കിൽ, ഈ XY ക്രോമസോംസ് ഉണ്ടല്ലോ, ഈ Y ക്രോമസോംസ് ആണ് യഥാർത്ഥത്തിൽ ഈ ആൺകുട്ടിയാവാൻ സഹായിക്കുന്നത്. അത് യഥാർത്ഥത്തിൽ സ്ത്രീയിലില്ല, അത് പുരുഷനിലാണുള്ളത്. അതുകൊണ്ട് തന്നെ ഇതൊരിക്കലും സ്ത്രീ ഇതിന്റെ പഴി കേൾക്കേണ്ട ഒരു കാര്യവും യഥാർത്ഥത്തിൽ വരുന്നില്ല. അതതിന്റെ സയൻസും അതിന്റെ ബയോളജിയൊക്കെ മനസ്സിലാക്കാത്ത ആളുകളാണ് അത്തരം കാര്യങ്ങളൊക്കെ പറയുന്നത്. ഇതിന്റെ ഒരു ബയോളജിക്കൽ വിഷയങ്ങളിലേക്ക് നാം ഇറങ്ങുമ്പോൾ അതിന്റെ മെഡിക്കൽ സയൻസ് പറയുന്ന ചില വിഷയങ്ങളൊക്കെ ഉണ്ട്. അത്തരം വിഷയങ്ങളൊക്കെ നാം വളരെയധികം ശ്രദ്ധിച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക. പിന്നെ ചില ആളുകളൊക്കെ ചില മാർഗങ്ങൾ, ആൺകുഞ്ഞാണോ പെൺകുഞ്ഞാണോ എന്നറിയാനൊക്കെ നോക്കാറുണ്ട് ചില മാർഗങ്ങൾ. ഞാൻ ഈ വീഡിയോയിൽ പറയുന്നതിന് മുമ്പ് ഇത്തരം ചില കാര്യങ്ങൾ പറഞ്ഞിട്ടേ ഇത് പറയാൻ പറ്റുള്ളൂ. കാരണം അല്ലെങ്കിൽ തെറ്റിദ്ധാരണ വരും. അപ്പോൾ ഒരു കുട്ടിയുടെ ലിംഗനിർണയത്തിൽ ഒരു സ്ത്രീക്ക് പങ്കില്ല എന്നുള്ളത് പ്രധാനമായി മനസ്സിലാക്കുക. രണ്ടാമത്തേത്, ചിലപ്പോൾ നമ്മൾ ഈ സോഷ്യൽ മീഡിയ ഒക്കെ ഉപയോഗിക്കുന്ന ആളുകളായതുകൊണ്ട് തന്നെ ഈ ചൈനീസ് കലണ്ടർ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ചൈനീസ് കലണ്ടർ എന്ന് പറഞ്ഞിട്ട് ആ കലണ്ടറിൽ നോക്കിയിട്ട് ഈ ഗർഭിണിയായ പ്രഗ്നൻസി ടൈമിലുള്ള പ്രഗ്നന്റ് ആയിട്ടുള്ള ഈ സ്ത്രീയുടെ LMP, ലാസ്റ്റ് മെൻസ്ട്രൽ പീരീഡ് എന്ന് പറയുന്ന LMPയും ഡേറ്റ് ഓഫ് ബർത്തും കൊടുത്ത് ഒരു കൃത്യമായ ഡേറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇവര് പ്രസവിക്കുന്നത് ആണാണോ പെണ്ണാണോ എന്ന് അത് പ്രഡിക്റ്റ് ചെയ്യും ആ ചൈനീസ് കലണ്ടർ. അത് ഈ പ്രഗ്നന്റായ സ്ത്രീയുടെ ലൂണാർ ഡേറ്റ്, അതേപോലെ തന്നെ ചില സംഭവങ്ങളൊക്കെ നോക്കിയാൽ ആ ചൈനീസ് കലണ്ടർ പ്രഡിക്റ്റ് ചെയ്ത് തരും, അത് പ്രവചിച്ചു തരും നമുക്ക് ഇത് ആണാണോ പെണ്ണാണോ എന്നുള്ളത്. അങ്ങനെ ചില ആളുകളൊക്കെ നോക്കാറുണ്ട്. അങ്ങനെ നോക്കിയിട്ട് കുറേ ആളുകൾക്ക് ശരിയാകാറുണ്ട്. ആ ശരിയായത് യഥാർത്ഥത്തിൽ അത് ഒരു ഭാഗ്യമാണ്. ഭാഗ്യം എന്ന് പറഞ്ഞാൽ അത് നമ്മളിങ്ങനെ ഈ ടോസിറ്റൊക്കെ കിട്ടുന്ന പോലെ ചിലപ്പോൾ അങ്ങ് ശരിയാവും. അതിന് ശാസ്ത്രത്തിന്റെ ഒരു പിൻബലവുമില്ല എന്ന് ഞാൻ അതുമായി ബന്ധപ്പെട്ട് പറയുകയാണ്. ഞാനും അതുപോലെ തന്നെ ഒരുപാട് ആളുകളുടേത് LMP വെച്ച് ഈ ചൈനീസ് കലണ്ടറിൽ ലൂണാർ ഡേറ്റ് ഒക്കെ വെച്ച് നോക്കാറുണ്ട്. അപ്പോൾ പല ആളുകളുടേതും ശരിയാകുന്നുണ്ട്, എന്നാൽ പല ആളുകളുടേതും തെറ്റുന്നുണ്ട്. ഇപ്പം എൻ്റെ ഒരു കേസിലേക്ക് എടുത്തു നോക്കിയാൽ, ഞാനിപ്പോൾ പറഞ്ഞല്ലോ ഈ റബീഉൽ അവ്വലിന് എനിക്ക് അള്ളാഹു ഒരു വലിയ അനുഗ്രഹം നൽകി എന്നുള്ളത്, ഒരാൺകുഞ്ഞിന് അള്ളാഹു നൽകി. ഞാനത് ഈ ചൈനീസ് കലണ്ടർ വെച്ച് ലൂണാർ ഡേറ്റ് അടിച്ച് അതേപോലെ തന്നെ അതിൻ്റെ ആ ഒരു ജെൻഡർ പ്രഡിക്ഷൻ ഞാൻ നോക്കി. അപ്പോൾ എനിക്കതിൽ കിട്ടിയ ആൻസർ എന്ന് പറയുന്നത് കൃത്യമായി കൊടുത്തിട്ടുണ്ടല്ലോ. എനിക്കതിൽ കിട്ടിയ ആൻസർ ബേബി ഗേൾ എന്നാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് പെൺകുഞ്ഞ് ജനിക്കുമെന്നാണ് ചൈനീസ് കലണ്ടർ പ്രൊഡിക്റ്റ് ചെയ്തത്. പക്ഷെ എനിക്ക് അള്ളാഹു അനുഗ്രഹമായി നൽകിയത് ഒരു ആൺകുഞ്ഞിനെയാണല്ലോ. അതുകൊണ്ട് ഈ ചൈനീസ് കലണ്ടർ എന്ന് പറയുന്ന സംവിധാനവും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. അതും യഥാർത്ഥത്തിൽ അതൊരു ശാസ്ത്രീയമായ രൂപത്തിലോ അതിനൊരു വാസ്തവത്തിനോടൊരു സംഗതി ഇല്ല, ഒരു ടച്ചില്ല. പിന്നെ അത് വരുന്നത് ചിലപ്പോൾ അങ്ങ് ശരിയാവും, ചിലപ്പോൾ ശരിയാവില്ല, അങ്ങനെ തന്നെയാണ്. പിന്നെ ഒരു മായം കലണ്ടർ
കലണ്ടർ എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അത് കൂടുതൽ ആളുകൾക്കും പരിചയം ഉണ്ടാവില്ല. ഈ മായം കലണ്ടറും ചില ആളുകളൊക്കെ നോക്കും. വേറെ ചില ആളുകൾ, പ്രായമുള്ള ആളുകൾ വേറെയും ചില കാര്യങ്ങളൊക്കെ പറയും. എന്നാലും ഈ പ്രഗ്നന്റ് ആയ സ്ത്രീകൾക്ക് അവർ ഒരു 2-3 പ്രഗ്നൻസി ഒക്കെ കഴിഞ്ഞവരാണെങ്കിൽ അവർക്ക് ചില സിംറ്റംസുകളിൽ നിന്നൊക്കെ ഇത് ആൺകുഞ്ഞാണോ പെൺകുഞ്ഞാണോ, ആൺകുഞ്ഞാകുമ്പോൾ ഇങ്ങനെ ചില അടയാളങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്, പെൺകുഞ്ഞാകുമ്പോൾ ഇങ്ങനെയാണ്, അതുകൊണ്ട് ഇത് ആൺകുഞ്ഞാണ്, കുറച്ച് ഇറങ്ങിയിട്ട കാര്യം, ഇങ്ങനെ ചില സംഭവങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയും ചില ആളുകളൊക്കെ ഇത് ആൺകുഞ്ഞാണോ പെൺകുഞ്ഞാണോ എന്നൊക്കെ പറയാറുണ്ട്. യഥാർത്ഥത്തിൽ ഇതിൻ്റെയൊക്കെ വിഷയം ഇത് നമ്മുടെ ഇന്ത്യയിൽ ഇത്തരം വിഷയങ്ങൾ ജെൻഡർ ഏതാണെന്ന് പറഞ്ഞു കൊടുക്കലൊക്കെ നിയമവിരുദ്ധമാണ്. അങ്ങനെ ചെയ്യാനൊന്നും കഴിയൂല. അതാരും പറഞ്ഞു കൊടുക്കലില്ല. ഡോക്ടേഴ്സൊക്കെ അത് അത്തരം വിഷയങ്ങളൊക്കെ അറിഞ്ഞാൽ അത് പറഞ്ഞു കൊടുക്കൂല. അള്ളാഹുവിൻ്റെ അടുക്കലാണ് നമുക്ക് ജനിക്കുന്ന കുഞ്ഞ് ആണാണോ പെണ്ണാണോ എന്നുള്ളത്. അപ്പോൾ നമുക്ക് നമ്മുടെ കാര്യങ്ങളിലൊക്കെ, നമ്മൾ മുസ്ലിമീങ്ങളാണ്, വിശ്വാസികളാണ്, നമ്മുടെ കാര്യങ്ങളിലൊക്കെ ഒരു സ്പിരിച്വാലിറ്റി ഉണ്ട്, ആത്മീയതയുണ്ട് അല്ലേ? അപ്പോൾ ആത്മീയമായിട്ട് നമുക്ക് ഒരു 2-3 കുട്ടികളൊക്കെ പെൺകുട്ടിയായി ഇനിയൊരു ആൺകുട്ടിയാണ് ജനിക്കേണ്ടത് എന്ന ആഗ്രഹമുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്തു നോക്കാം. ഞാൻ ഇത്രയും കാര്യങ്ങൾ ഇതിന്റെ മുമ്പ് പറയാൻ കാരണം ഇതൊന്നും ശാസ്ത്രവുമായി ബന്ധപ്പെട്ട വിഷയമോ അല്ലെങ്കിൽ ബയോളജിയുമായി ബന്ധപ്പെട്ട വിഷയമോ സയൻസുമായി ബന്ധപ്പെട്ട വിഷയമോ അല്ല. ഇത് വെറും സ്പിരിച്വാലിറ്റിയാണ്, ഇത് ആത്മീയതയാണ്. ഇത് വിശ്വാസികൾക്ക്, വിശ്വാസമുള്ള വിശ്വാസികളോടാണ് ഇത് പറയുന്നത്. അതുകൊണ്ട് ഇതിന്റെ താഴെ കമന്റിൽ വന്നിട്ട് ഇതെന്ത് ഇങ്ങനെയൊക്കെ ചെല്ലാൻ നടക്കുക, അതിന്റെ ഉള്ളിലുള്ളത് ആണാണെന്നുള്ളത് പെണ്ണാണെന്നുള്ളത് ഉറപ്പല്ലേ, പിന്നെ ഇങ്ങനെ ആണാവുക, ഇങ്ങനെയൊക്കെ ചോദിക്കാം. പക്ഷെ ഇത് ആത്മീയതയാണ് ഈ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത് വിശ്വാസികളോടാണ് പറയുന്നത്. ഇങ്ങനെ ചെയ്താൽ വിശ്വാസമുണ്ട് എന്ന് പറയുന്ന ആളുകളോടാണ്, വിശ്വസിക്കുന്ന ആളുകളോടാണ് പറയുന്നത്. നമ്മുടെ വിശ്വാസപ്രകാരം ഒരാണിന്റെ സ്പർശം കൂടാതെ മക്കളെ നൽകിയവരാണ് റബ്ബ് അല്ലേ? ഒരാണിന്റെ സ്പർശം കൂടാതെ മക്കളെ നൽകിയിട്ടില്ലേ? നിങ്ങൾക്കറിയൂലേ? ഞാൻ പേരൊന്നും പറയണ്ടല്ലോ, നിങ്ങൾക്ക് തന്നെ അറിയാം. അതേപോലെ തന്നെ എത്രയോ വൃദ്ധരായ ദമ്പതികൾക്ക് അള്ളാഹു മക്കളെ നൽകിയിട്ടുണ്ടില്ലേ? എത്രയോ വൃദ്ധരായ ദമ്പതികൾക്ക്, പ്രവാചകന്മാർക്ക്, സക്കരിയ അലൈഹി സ്വലാത്തു വസ്സലാം ഉൾപ്പെടെയുള്ള പ്രവാചകന്മാർക്ക് അവർ വിഷമിച്ച് പ്രയാസപ്പെട്ട് നിൽക്കുന്ന സമയത്ത് എത്രയോ വൃദ്ധരായ ദമ്പതികൾക്ക് മക്കളെ നൽകിയിട്ടുണ്ടില്ലേ? തൊട്ടിയിൽ വെച്ച് സംസാരിപ്പിച്ച അള്ളാഹുവല്ലേ? അപ്പോൾ ഒരു ആണിന്റെ സ്പർശം കൂടാതെ മക്കളെ നൽകിയവര്, ആധുനിക മെഡിക്കൽ സയൻസ് ഇന്നുവരെ ഒരു കാലത്തും ഇനി മക്കളുണ്ടാകൂല എന്ന് പറഞ്ഞ് റിജക്റ്റ് ചെയ്ത എത്രയോ ദമ്പതികൾക്ക് അള്ളാഹു മക്കളെ നൽകിയിട്ടുണ്ടില്ലേ? മെഡിക്കൽ സയൻസ് തള്ളി പറഞ്ഞ് റിജക്റ്റ് ചെയ്ത എത്രയോ ആളുകൾക്ക്. അപ്പൊ ഇത് അള്ളാഹു നൽകുന്നതാണ് എന്ന വിശ്വാസത്തോടു കൂടെ ആ ഒരു മെന്റാലിറ്റിയിൽ എടുക്കുന്ന ആളുകൾക്ക് ഇത് ഉപകാരപ്പെടും. അല്ലാതെ എന്തു നിഷേധിക്കുന്ന ആളുകളോട് ഇതിനെക്കുറിച്ച് സംസാരമേ ഇല്ല. അത് ഞാൻ ആദ്യമേ ഈ വിഷയത്തിൽ സൂചിപ്പിക്കുകയാണ്. അപ്പോൾ നല്ല വിശ്വാസത്തോടുകൂടെ ഈ പറയാൻ പോകുന്ന കാര്യം കൃത്യമായി ചെയ്താൽ നല്ല ആരോഗ്യമുള്ള ആൺകുഞ്ഞ് ജനിക്കും. ഞാൻ എൻ്റെ വൈഫ് എൻ്റെ പ്രഗ്നൻസിയുടെ ഫസ്റ്റ് ഘട്ടത്തിൽ തന്നെ ഈ ഒരു വിഷയം ഞാൻ ചെയ്തിരുന്നു. അത് ഞാൻ ആ വിഷയം അങ്ങനെ കിതാബിൽ കണ്ടപ്പോൾ അതങ്ങനെ തന്നെ ചെയ്യാം, പ്രഗ്നൻ്റ് ആയി എന്നറിഞ്ഞാൽ അങ്ങനെ ചെയ്യാമെന്ന് മനസ്സിൽ കരുതി ഞാൻ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ചെയ്തിട്ട് എനിക്കത് അനുഭവത്തിൽ നിന്ന് മനസ്സിലായി. അങ്ങനെ ചെയ്തപ്പോൾ അത് ലഭിച്ചു. അതുകൊണ്ട് ആ ഉറപ്പിലാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, അത് നിങ്ങളോട് പറയുന്നത്. എനിക്ക് അനുഭവത്തിൽ നിന്ന് എനിക്കത് ലഭിച്ചു. കാരണം ഇപ്രാവശ്യത്തെ ഈ റബീഉൽ അവ്വൽ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഇപ്പോൾ 90 കഴിഞ്ഞിട്ടില്ല, അത്രേ ആയിട്ടുള്ളൂ. പ്രസവിച്ച് ഒരു റിക്കവറി ആയി വരുന്നേ ഉള്ളൂ. അപ്പോൾ ഈ സമയത്ത് എല്ലാവരും പെൺകുട്ടിയാണെന്ന് പറഞ്ഞിരുന്നത്. ഈവൻ മൈ വൈഫ്, എൻ്റെ വൈഫ് ഉൾപ്പെടെ പെൺകുട്ടിയാണ് എന്ന് പറഞ്ഞിരിക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ വിശ്വാസത്തോടുകൂടെ, വൈഫ് പെൺകുട്ടിയാണെന്നുള്ളത് ചില അടയാളങ്ങളൊക്കെ വെച്ച് ഇങ്ങനെ പറഞ്ഞതാണ്, ഞാൻ എൻ്റെ വിശ്വാസത്തിൽ ഞാൻ ഇതിലുള്ളതുപോലെ കൃത്യമായി, ഇതിൽ പറയുന്നുണ്ട് ഒരു രൂപം, അതേപോലെ കൃത്യമായി ഞാൻ ചെയ്തു. അത് പ്രഗ്നൻസിയുടെ ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ ആദ്യ മാസത്തിൽ തന്നെ അത് ചെയ്യണം. ആദ്യ മാസത്തിൽ തന്നെ ഞാൻ ആ കിതാബിൽ പറയുന്ന പോലെ ചെയ്ത് എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു. ഞാൻ ചെയ്താൽ എനിക്ക് അങ്ങനെ ആൺകുട്ടീനെ അള്ളാഹു നൽകുമെന്ന വിശ്വാസം ഉണ്ടായിരുന്നു. അങ്ങനെ അൽഹംദുലില്ലാഹ് റബീഉൽ അവ്വലിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല എനിക്ക് നൽകി. ഞാൻ നേരത്തെ അതിനെക്കുറിച്ച് സൂചിപ്പിച്ചല്ലോ. അപ്പോൾ ആ ഒരു അമലാണ് പറയുന്നത്. ഞാൻ ഈ കിതാബിൽ നിന്ന് ആ വിഷയം വായിക്കാം, നിങ്ങളൊക്കെ അത് മനസ്സിലാക്കുമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്.
മനസ്സിലാക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതിൻ്റെ മുമ്പ് ഒരുപാട് ആളുകൾ ഫോൺ വിളിക്കുന്നുണ്ട് വ്യത്യസ്തങ്ങളായ വിഷയങ്ങൾ പറഞ്ഞിട്ട്. അപ്പോൾ ആ വിഷയങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് ഇനി എല്ലാവരും ഡിസംബർ 8 വെള്ളിയാഴ്ചയ്ക്ക് ശേഷം മാത്രമാണ് ഫോൺ വിളിക്കേണ്ടത്, മെസ്സേജ് അയക്കേണ്ടത്. അതിനുശേഷം നിങ്ങളുടെ മെസ്സേജുകൾക്ക് റീപ്ലൈ നൽകും. നിങ്ങൾ ഫോൺ വിളിക്കുന്നത് എടുക്കും. അല്ലാത്ത സമയത്തൊക്കെ വിളിക്കുന്നത് എടുക്കാൻ പ്രയാസമുണ്ട്. 8 വരെയുള്ള എല്ലാ വിഷയങ്ങളും കൃത്യമായി ഷെഡ്യൂൾ ചെയ്തതുകൊണ്ട് അതെല്ലാം പ്രയാസമാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ അത് വളരെ എല്ലാവരെയും ആ വിഷയം ഓർമ്മപ്പെടുത്തുകയാണ്. ഡിസംബർ 8 വെള്ളിയാഴ്ച കഴിഞ്ഞിട്ട് നിങ്ങൾ ഫോൺ വിളിച്ചാൽ, ഇപ്പോൾ ഒരുപാട് ആളുകൾ ഫോൺ വിളിക്കുന്നുണ്ട്, 5000-ഓളം മെസ്സേജുകൾ വരുന്നുണ്ട്, അതേപോലെ തന്നെ ഫോൺ കോളുകൾ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് റീപ്ലൈ തരാൻ പറ്റുന്നില്ല. ഇൻഷാ അല്ലാഹ് നിങ്ങളൊക്കെ സമയം പാലിച്ച് ഫോൺ വിളിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഡിസംബർ 8 ശേഷം നിങ്ങൾ ഈ കാണുന്ന നമ്പറിൽ ഫോൺ വിളിക്കുക. ഇൻഷാ അല്ലാഹ് കൃത്യമായിട്ട് ആ വിഷയങ്ങൾ അറിയിച്ചു തരാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും സലാമത്ത് നൽകട്ടെ. അപ്പം എല്ലാവരും ഈ വിഷയങ്ങൾ വളരെ കൃത്യമായി മനസ്സിലാക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഇൻഷാ അല്ലാഹ്. അപ്പം ഞാൻ ഈ കിതാബിൽ നിന്ന് ആ വിഷയം വളരെ വ്യക്തമായി വായിക്കുകയാണ്. നിങ്ങൾക്കത് മനസ്സിലാക്കുമെന്ന് കരുതുന്നു. ഇൻഷാ അല്ലാഹ് എഴുതാനൊന്നും സമയം ഉണ്ടായിട്ടില്ല, അതുകൊണ്ട് തന്നെ വായിക്കണേ. عن رسول الله صلى الله عليه وسلم أن من أراد أن تلد امرأته ذكرا فإنه يضع يده على بطنها في أول الحمل. ഒരാൾക്ക് തൻ്റെ ഭാര്യ ആൺകുഞ്ഞിനെ ജനിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഒരാൾക്ക് മുത്തുനബി തങ്ങൾ പറഞ്ഞതാണ്, അത് പ്രത്യേകം മനസ്സിലാക്കണം. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, വല്ല ഒരുത്തനും അവന്റെ ഭാര്യ ഒരാൺകുഞ്ഞിനെ ജനിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ആ ഗർഭത്തിന്റെ പ്രഗ്നൻസിയുടെ ആദ്യ ഘട്ടത്തിൽ തന്നെ ആ ഭാര്യയുടെ വയറിന്റെ മേൽ കൈവച്ചിട്ട് അവൻ ഇങ്ങനെ ചൊല്ലണം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അല്ലാഹുമ്മ ഇന്നി ഉസമ്മി മാ ഫീ ബത്നിഹാ മുഹമ്മദൻ ഫജ്അൽഹു ലീ ദക്കറ. എന്താ ചൊല്ലേണ്ടത്? അല്ലാഹുമ്മ ഇന്നി ഉസമ്മി മാ ഫീ ബത്നിഹാ മുഹമ്മദൻ ഫജ്അൽഹു ലീ ദക്കറ. എഴുതാത്തോണ്ട് ഞാൻ ആവർത്തിച്ച് പറയുന്നത്. നിങ്ങളൊന്ന് ഇത് എന്താ ആവശ്യമുള്ളവർ ഇതൊന്ന് റിപ്പീറ്റ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. അല്ലാഹുമ്മ ഇന്നി ഉസമ്മി മാ ഫീ ബത്നിഹാ മുഹമ്മദൻ ഫജ്അൽഹു ലീ ദക്കറ എന്ന് പറഞ്ഞാൽ അത് ആൺകുഞ്ഞായി ജനിക്കുമെന്ന് കിതാബുകളിൽ കാണാം. മുജറബുൻ, ഇത് കൃത്യമായി പരീക്ഷിച്ച് മനസ്സിലാക്കി ഫലം സിദ്ധിച്ച ഒന്നാണ്. മുജറബ് എന്ന് പറഞ്ഞാൽ ഇതിനർത്ഥതാണ് ഇത് പരീക്ഷിച്ച് നോക്കിയപ്പോൾ ഇതിന്റെ ഫലം കിട്ടിയതാണ് എന്നാണ് അതിനർത്ഥം. മാത്രമല്ല വഖദ് ജറബ്നാഹു കസീറൻ ലിഗൈരി വാഹിദിൻ, ഒരുപാട് ആളുകൾക്ക്, ഒന്നിലധികം ആളുകൾക്ക്, ഒരുപാട് ആളുകൾക്ക് ഞാനിത് പറഞ്ഞു കൊടുത്ത് പരീക്ഷിച്ച് മനസ്സിലാക്കിയിട്ട് എനിക്ക് ബോധ്യപ്പെട്ടതാണ്. വൽഹംദുലില്ലാഹി അലാ സിഹത്തി ദാലിക, അത് അങ്ങനെ ശരിയായി സംഭവിച്ചതിൽ അല്ലാഹുവിനെ സ്തുതികൾ അർപ്പിക്കുന്നു എന്ന് ഇതിൽ കൃത്യമായി എഴുതി. മാത്രമല്ല കാലിൽ ഫഖ്റുർ റാസി, മഹാനരായ ഇമാം ഫഖ്റുദ്ദീൻ റാസി തങ്ങൾ പറയുന്നു, ജറബ്തു സലാസ മർറാത്തിൻ ഫസഹ. ഇമാം റാസി ഇമാമിനെ കേട്ടിട്ടില്ലേ? ഫഖ്റുദ്ദീൻ റാസി റഹ്മത്തുള്ളാഹി അലൈഹി. റാസി ഇമാം ഇത് 3 പ്രാവശ്യം ഫഖദ് ജറബ്തു സലാസ മർറാത്തിൻ ഫസഹ, ഞാനിത് 3 തവണ ഇത് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് എനിക്കത് സ്വഹീഹാണ് എന്ന് മനസ്സിലായ വിഷയമാണ്, എനിക്കത് ശരിയായിട്ടുണ്ട്. അപ്പൊ അത്രയും ഫലമുള്ള ഒരു അമലാണിത്. ഏതാണ് അമല്? ഒരാള് ആ ആളുടെ ഭാര്യയുടെ, ആ ഭർത്താവ് അവരുടെ ഭാര്യയുടെ വയറിന്റെ മേൽ കൈവച്ച് അല്ലാഹുമ്മ ഇന്നി ഉസമ്മി മാ ഫീ ബത്നിഹാ മുഹമ്മദൻ ഫജ്അൽഹു ലീ ദക്കറ എന്ന് പറയാം. എന്നാൽ ആൺകുഞ്ഞ്, എന്താ അതിൻ്റെ അർത്ഥം? അല്ലാഹുവേ, ഞാൻ ഈ വയറിലുള്ള, ഈ പ്രഗ്നൻസിയിലുള്ള, ഈ ഗർഭത്തിലിരിക്കുന്ന കുഞ്ഞിന് ഞാൻ മുഹമ്മദ് എന്ന് പേര് വെക്കുകയാണ്. അതുകൊണ്ട് നീ ഇതിനെ മുഹമ്മദ് എന്ന് പേര് വെക്കുകയാണ്. അതുകൊണ്ട് നീ ഇതിനെ ഒരാൺകുഞ്ഞായി ജനിപ്പിക്കണേ എന്നാണ് ആ പറയുന്നതിൻ്റെ അർത്ഥം. അല്ലാഹുമ്മ ഇന്നി ഉസമ്മി മാ ഫീ ബത്നിഹാ മുഹമ്മദൻ ഫജ്അൽഹു ലീ ദക്കറ. അപ്പോൾ ഒരാൺകുഞ്ഞ് ജനിക്കണമെന്ന് ആഗ്രഹമുള്ളവർ ഇതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്ക്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലേ, നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? ഉണ്ടെങ്കിൽ ഇത് സംഭവിക്കും ഇൻഷാ അല്ലാഹ്. ഇവിടെ നിങ്ങൾ ശാസ്ത്രീയമായ കാര്യങ്ങൾ, അതിനാണ് നേരത്തെ ഞാൻ ക്രോമസോംസിന്റെ വിഷയങ്ങൾ പറഞ്ഞത്. XY ക്രോമസോംസ്, പുരുഷനില് XY ഉണ്ട്, സ്ത്രീയില് XS ആണുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഈ സങ്കോചത്തിനനുസരിച്ച് ഇത് പരസ്പരം വരുന്നതിനനുസരിച്ച് Y ക്രോമസോമും X ക്രോമസോമും വന്നാലാണ് ഇത് ആൺകുഞ്ഞായി ജനിക്കുക, അല്ലെങ്കിൽ പെൺകുഞ്ഞായിട്ടാണ് ജനിക്കുക. ഈ ശാസ്ത്രം പറഞ്ഞ് ഇങ്ങോട്ട് വരാൻ നിൽക്കല്ലേ. ഇത് അറിയാത്തോണ്ടല്ല ഈ വിഷയം പറയുന്നത്. ഇതിന്റെ ബയോളജി അറിയാത്തോണ്ടല്ല ഈ വിഷയം പറയുന്നത്. ഇത് അറിഞ്ഞിട്ട് തന്നെയാണ് പറയുന്നത്. ഇത് സ്പിരിച്വാലിറ്റിയാണ്. ഇത് ആർക്കുള്ള സ്പിരിച്വാലിറ്റിയാണ്? ഇത് ആർക്കുള്ളതാണെന്ന് ചോദിച്ചാൽ, ഇത് ഒരാണിന്റെ സ്പർശം കൂടാതെ മക്കളെ നൽകിയവർക്ക്, ശാസ്ത്രവും സയൻസും ബയോളജിയും ഒക്കെ തോറ്റുപോകുന്ന ഒരു മേഖല വിശ്വാസികൾക്കുണ്ട്. ആ വിശ്വാസത്തിന്റെ ബലം വെച്ചാണ് പറയുന്നത്. ഇത് ജനിച്ച കുഞ്ഞ് ആ സമയത്ത് തന്നെ തൊട്ടിയിൽ വെച്ച് സംസാരിക്കുന്ന ആ ആത്മീയതയുടെ പാഠങ്ങൾ പഠിച്ചവരോടാണ് ഇത് പറയുന്നത്. അല്ലാതെ ശാസ്ത്രീയതയും പറഞ്ഞ് നിരീശ്വരവാദവും പറഞ്ഞ് തള്ളിപ്പറയുന്ന ആളുകളോടല്ല. ശാസ്ത്രം കൃത്യമാണ്, അത് ട്രൂത്ത്ഫുൾ ആണ്. പക്ഷെ ഏതു ശാസ്ത്രത്തിനെയും ഏതിനെയും മാറ്റിമറിക്കാൻ പടച്ച റബ്ബിന് കഴിയുമെന്ന് വിശ്വാസമുള്ളവരോടാണ് ഇത് പറയുന്നത്. അതുകൊണ്ട് ഇത് ചെയ്തു നോക്കുക. എനിക്കെന്റെ ജീവിതത്തിൽ ചെയ്തപ്പോൾ, എൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞ 2-3 മാസങ്ങൾക്ക് മുമ്പ് എനിക്ക് അനുഭവേദ്യമായ വിഷയമാണെന്ന് ഓർമ്മപ്പെടുത്തി ഇൻഷാ അല്ലാഹ് അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു നമുക്ക് വലിയ റാഹത്തും സന്തോഷവും നമ്മുടെ ജീവിതത്തിൽ നൽകട്ടെ ഇൻഷാ അല്ലാഹ്.